الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم إن الإنسان لربه لكنود സഹോദരങ്ങളെ, റമദാനിൻ്റെ ഏറെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള നാളുകളിലേക്ക് നാം മുന്നോട്ട് പോകും തോറും ആളുകൾ മസ്ജിദിൽ ഏറെയാവേണ്ടതിന് പകരം ജാസ്തിയാകേണ്ടതിന് പകരം കുറഞ്ഞു വരുന്നതായിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത്. നിശ്ചയമായും മനുഷ്യർ എത്ര നന്ദി കെട്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയമായി മനുഷ്യന്മാർ തൻ്റെ റബ്ബിനോട് കനൂദ്, നന്ദിയില്ലാത്തവർ, നന്ദി കെട്ടവരാണ്. അല്ലെങ്കിൽ ആ മാസം കണ്ട ആ ദിവസത്തിൽ ഫസ്റ്റ് നാളിൽ പള്ളി ഫുള്ളായിരുന്നു. ഇവിടെ നിൽക്കാൻ ജാഗലായിട്ട് കീഴിൽ പോയി ആൾക്കാർ നിസ്കരിച്ചുകൊണ്ടുണ്ടായി. ഓരോ നാൾ കഴിയുമ്പോഴും റമദാനിൻ്റെ ശ്രേഷ്ഠത, മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറെ ഇൻട്രസ്റ്റിൽ വരേണ്ടതിന് പകരം ആളുകൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നന്ദി കേടെന്നല്ലാതെ എന്താണ് പറയുക? മനുഷ്യർ ഖലീലും മിൻ ഇബാദിയ ഷക്കൂർ, എൻ്റെ അടിമകളിൽ നിന്ന് കുറച്ചാളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന്. നമ്മളിപ്പോൾ ഇന്ന് തറാവീഹിൽ നമസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് കഴിഞ്ഞ് പിന്നെ റഅദ്, ഇബ്രാഹിം, ഹിജ്ർ ഈ സൂറത്തുകളിലൂടെ കടന്നുപോയി. സൂറത്ത് ഇബ്രാഹീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, കുറേ ആയത്തുകൾ വരുന്നുണ്ട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ സാധ്യമാകുന്നതിലും അപ്പുറം നിഅമത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിശ്ചയമായ മനുഷ്യൻ അവൻ അക്രമിയാണ്, നന്ദി കെട്ടവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു ഏറെ നിഅമത്തുകൾ നമുക്ക് നൽകി. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. ഇന്റേണലും എക്സ്റ്റേണലുമായ, പ്രത്യക്ഷവും പരോക്ഷവുമായ ഒട്ടനവധി നിഅമത്തുകൾ നിങ്ങളുടെ മേൽ അല്ലാഹു ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിനോട് ശുക്ർ കാണിക്കാൻ വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹ് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, റബ്ബിനോട് ശുക്ർ ചെയ്യുക. എത്രയെത്ര നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വൈദ തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ ഇന്ന് നമ്മൾ കേട്ടു. അള്ളാഹു അനൗൺസ് ചെയ്തതാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ജാസ്തിയാക്കി തരുന്നതാണ്, വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട്, ബനു ഇസ്രായേലുകാരോട് പറഞ്ഞത് ഉദ്കുറു നിഅമത്തല്ലാഹ് യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ അല്ലാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അതിനെ തിരിച്ചറിയണം, മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അമ്പിയാക്കളൊക്കെ ശുക്രിന്റെ മാർഗത്തിലായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷാക്കിറൻ ലിഅൻഉമിഹി, തനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന ആളായിരുന്നു അമ്പിയാക്കൾ അധികവും. അബ്ദൻ ഷക്കൂറ, എൻ്റെ നന്ദിയുള്ള അടിമയാകുന്നു ഓരോ പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞു. സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ അവസാന ഭാഗത്ത് നമ്മൾ കേട്ടു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജറിനെയും കഅബാലയത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കി അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്ത് ലഅല്ലഹും യഷ്കുറൂൻ. എന്തിനാണ്? അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടി. റബ്ബേ, നിസ്കാരം നിലനിർത്താനേ, ഞാനിതാ ഇവിടെ വിട്ടേച്ചു പോകുന്നു എൻ്റെ മക്കളെ, അവരിലേക്ക് ജനങ്ങളുടെ ഹൃദയങ്ങൾ നീ ചായ്വുള്ളതാക്കണേ.
അവർക്ക് നിങ്ങൾ റബ്ബേ നീ റിസ്ക് നൽകണേ, അവർ ശുക്റുള്ളവരാവാൻ. നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ നോമ്പെടുക്കണം. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. എത്രയാണ് കിട്ടുന്നത് ആ എണ്ണം പൂർത്തിയാക്കണം. നിങ്ങൾക്ക് ഹിദായത്ത് അല്ലാഹു നൽകി, നിങ്ങൾ ശുക്ർ കാണിക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആനിന്റെ എത്ര ആയത്തുകളിൽ ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ സൂറത്തു സബയിൽ കാണാം. സബ ഗോത്രക്കാരായ ആളുകൾക്ക് ഒരു രാജ്ഞിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് സബയിലെ ആ ബിൽഖീസ് രാജ്ഞിയുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകി. ജന്നത്താനി അൻ യമീനിൻ വശിമാൽ, റൈറ്റും ലെഫ്റ്റുമായിക്കൊണ്ട് വലിയ തോട്ടങ്ങൾ നൽകി, ഉറവകൾ നൽകി, അരുവികൾ നൽകി. കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ തിന്നുക. വഷ്കുറൂ ലഹു, റബ്ബിനോട് ശുക്ർ ചെയ്യുക. എന്നാൽ അധികം ആളുകളും സഹോദരങ്ങളെ വഅക്സറന്നാസ് ലാ യഷ്കുറൂൻ, അധികം ആളുകളും ശുക്ർ കാണിക്കുന്നില്ല. അള്ളാഹ് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കൽ ഉലമാക്കൾ വിശദീകരിക്കുന്നു 3 രൂപത്തിലാണ് എന്ന്. ഒന്നാമതായി അത്തഹദ്ദുസ് ബിലിസാനിക്, നിന്റെ നാവ് കൊണ്ട് അള്ളാഹ് നൽകിയ നിഅമത്തുകളെ നീ എടുത്തു പറയണം. അലം യജിദക യതീമൻ ഫആവ വവജദക ضالൻ ഫഹദ വവജദക ആയിലൻ ഫഅന ഫഅമ്മൽ യതീമ ഫലാ തഖഹർ വഅമ്മ السائل ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ നിങ്ങളെ യതീമായിക്കൊണ്ട് കണ്ടെത്തി, നിങ്ങൾക്ക് അഭയം നൽകി, നിങ്ങളെ വിട്ടേച്ചില്ല, നിങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നു. അതുകൊണ്ട് ചോദിച്ചു വരുന്നവരെ ആട്ടിയകറ്റരുത്. അതുകൊണ്ട് അള്ളാഹു നൽകിയ നിയമത്തുകളെ കുറിച്ച് നിങ്ങൾ എടുത്തു പറയുക. അതാണ് അമ്പിയാക്കളൊക്കെ പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പക്ഷികളുടെ സംസാരം അത് മനസ്സിലാക്കാൻ, ഉറുമ്പുകളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു, ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തു. ഹാദാ മിന ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറ മക്ഫുർ, ഞാൻ ശുക്ർ കാണിക്കുമോ കുഫർ കാണിക്കുമോ, നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഇത് തന്നതാണ് എന്നാണ് അവരൊക്കെ മനസ്സിലാക്കി. ഒന്നാമത് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹ് നൽകിയ നിഅമത്തുകളെ ഒന്നാമതായി നാവ് കൊണ്ട് എടുത്തു പറയുക, ഇതെന്റെ റബ്ബിന്റെ നിഅമത്താണ് എന്ന്. രണ്ടാമതായി അൽ-ഇഅ്തിറാഫു ബിഹാ ബാത്തിനൻ മിനൽ ഖൽബ്, ഖൽബ് കൊണ്ട് അത് തിരിച്ചറിയണം, ഇതെന്റെ റബ്ബിൽ നിന്നാണ്, എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ പവർ കൊണ്ടോ കഴിവ് കൊണ്ടോ ഉണ്ടായതല്ല, എനിക്കുള്ള എല്ലാ നിഅമത്തുകളും എൻ്റെ റബ്ബ് തന്നതാണ് എന്ന ആ ഒരു തിരിച്ചറിവുണ്ടാവുക എന്നതാണ് രണ്ടാമതായി ഉലമാക്കൾ പറയുന്ന ശുക്ർ. നാവ് കൊണ്ട് മാത്രം ശുക്ർ ചെയ്താൽ പോരാ, പിന്നെയോ ഖൽബ് കൊണ്ടൊരു തിരിച്ചറിവുണ്ടാവണം. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന വലിയ പൈസക്കാരനായിരുന്നു ഖാറൂൻ എന്ന്. ആ ഖാറൂനിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരാൾക്ക് എടുത്തു കൊണ്ടുപോകാൻ മാത്രം വലിയ ഖജനാവുകളുടെ താക്കോലുകൾ തന്നെ അയാൾക്കുണ്ടായിരുന്നു, അത്രത്തോളം. എന്നാൽ അയാൾ കിബർ കാണിച്ചു, അഹങ്കാരം കാണിച്ചു, തൻ്റെ ശക്തി കൊണ്ട് പവർ കൊണ്ട് കിട്ടിയതാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ, നിനക്ക് തന്നതിൽ നിന്ന് ആഖിറത്തിനെ തേടുക. സമ്പത്താവട്ടെ, സന്താനങ്ങളാവട്ടെ, മറ്റു വീടോ വാഹനങ്ങളോ എന്ത് നിഅമത്താവട്ടെ അത് അള്ളാഹ് നൽകിയതാണ്. അതുകൊണ്ട് നീ ആഖിറത്തിനെ തേടുക, ദുനിയാവ് നീ മറക്കേണ്ടതില്ല. ദുനിയാവിൻ്റെ ഷെയർ നീ അതെടുത്തോ. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ഖൽബ് കൊണ്ട് തിരിച്ചറിയണം, ഇതെന്റെ റബ്ബ് തന്നതാണ്. ആ ഒരു വിനയപ്പെടാൻ, റബ്ബിലേക്ക് താഴ്മ കാണിക്കാൻ, അതാണല്ലോ വലിയ അധികാരങ്ങൾ കിട്ടിയിട്ടും സൂറത്ത് യൂസുഫില് നമ്മൾ കേട്ടതാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, മിസ്റിന്റെ ഈജിപ്തിന്റെ അധികാരം അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു. അവിടുത്തെ ഖജനാവുകൾ മുഴുവനും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പഠിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആകാശഭൂമികളുടെ റബ്ബേ, നീയാണ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ രക്ഷാധികാരി റബ്ബേ നീയാണ്. എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. മുസ്ലിമായിക്കൊണ്ട് മുസ്ലിങ്ങളുടെ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. നമുക്ക് ഏതാണ് ഖൈറ് ഏതാണ് ഷർറ് എന്ന് നമുക്കറിയില്ല. ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2 മാർഗം നമുക്ക് കാണിച്ചു തന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ, നന്ദി കാണിക്കാം, നന്ദി കേട് കാണിക്കാം. അതുകൊണ്ട് ശുക്റുള്ളവരായി തീരാൻ വേണ്ടി സഹോദരങ്ങൾ നമ്മൾ പരിശ്രമിക്കുക. നന്മയ്ക്ക് വേണ്ടി, ഖൈറിന് വേണ്ടി നമ്മളോട് തേടുക, റബ്ബിനോട് നമ്മൾ തേടുക. ഏതാ ഖൈറ് നമുക്കറിയില്ല.
മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. ഒരു ഡോക്ടർ അയാൾ സാക്ഷിയായ 2 സംഭവങ്ങൾക്ക് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താ? സുബൈക്ക് ഒരു മയ്യത്ത് വന്നു, ഒരു പെണ്ണിന്റെ മയ്യത്താണ്. എന്തേ കാരണം? ആ പെണ്ണ് സൂയിസൈഡ് ചെയ്തതാ. എന്താ? മക്കളില്ലാതെ വിഷമിച്ച് പരീക്ഷിക്കപ്പെട്ട് ആളുകളൊക്കെ അവരെ കളിയാക്കി ആക്ഷേപിച്ച്, ഹസ്ബൻഡിന്റെ വീട്ടുകാർ അങ്ങനെ പലരും അദ്ദേഹം മെന്റൽ ടോർച്ചർ നടത്തി സൂയിസൈഡ് ചെയ്തതാണ് അങ്ങനെ വന്നത്. പിന്നെ ഈവനിങ്ങിൽ വേറൊരു മയ്യത്ത് വന്നു, അതും ഒരു പെണ്ണിൻ്റെ തന്നെയാണ്. അതെന്തായിരുന്നു? മകൻ അടിച്ചു കൊന്നതാണ്. ആദ്യം മരിച്ചത് മക്കളില്ലാതെ വിഷമിച്ച് ടെൻഷനായിട്ട് അതിൽ സൂയിസൈഡ് ചെയ്ത്. മറ്റേത് വന്നത് എന്താ? ഈവനിങ് വന്ന ബോഡി അതൊരു പെണ്ണിൻ്റെത്. മകൻ കള്ളു കുടിച്ചു വന്ന് അടിച്ചിട്ട് കൊന്നു ഉമ്മാനെ. സഹോദരങ്ങളെ, നമ്മൾ തേടുമ്പോൾ സ്വാലിഹായ മക്കളെ തേടണം. മക്കളുണ്ടാവുക എന്നതല്ല, മറിച്ച് റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. ഏതാണ് നമുക്ക് ഖൈറ്, ഏതാണ് ഷർറ്? നമ്മുടെ സത്തോ സന്താനങ്ങളോ വാഹനങ്ങളോ വീടോ, ഏതാണ് നമുക്ക് ഖൈറ് ഷർറ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഖൈറിന് വേണ്ടി നമ്മൾ തേടുക. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ, മക്കളെ കൊണ്ടുള്ള പ്രയോജനമുണ്ടാവാനൊക്കെ നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹ് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ, അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ ചെയ്യണം, മനുഷ്യന്മാരോട് നമ്മൾ ശുക്ർ ചെയ്യണം. ലാ യഷ്കുറുല്ലാഹ് മൻ ലാ യഷ്കുറുന്നാസ്. അതെ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവരോട് അള്ളാഹു നന്ദി കാണിക്കുകയില്ല. നമുക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അവർക്കും നമ്മൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം, നന്ദി കാണിക്കണം എന്നാണ്. ഒരിക്കലും നമ്മൾ നന്ദി കേട് കാണിക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശുക്റുള്ളവരാവാൻ വേണ്ടി നാം പരിശ്രമിക്കുക. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. 40 വയസ്സായാൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആനിൽ പഠിപ്പിച്ചതാണ്. 40 വയസ്സായാൽ എല്ലാവരും ദുആ ചെയ്യണം. എന്താ? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. റബ്ബേ, എനിക്കും എൻ്റെ പേരൻസിനും ഉമ്മാക്കും വാപ്പാക്കൊക്കെ നീ നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ റബ്ബേ എനിക്കൊരു പ്രചോദനമേകണേ, എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.